തിരുനാവായയിൽ നടന്ന മാഘമഹോത്സവത്തെ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നതായി സൂചന. മലപ്പുറം ചെമ്മാട് പിടികൂടിയ വൻ സ്ഫോടക വസ്തു ശേഖരം മാഘമഹോത്സവം തകർക്കാൻ എത്തിച്ചതെന്നാണ് സംശയം. കേസിലെ മുഖ്യ സൂത്രധാരനായ ഹാരിസിൽ നിന്നും NIAക്ക് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവത്തിൽ 10 പേരാണ് നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ ഉള്ളത്. മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനവും കോഴിക്കോട് നിന്ന് അനഘ ഹർഷനുമാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. ആദ്യം അനഘയിലേക്കാണ്. അനഘ, വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വാർത്ത, ഈ റിപ്പോർട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മാഘമഹോത്സവം, അതിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാരതപ്പുഴയുടെ തീരത്തേക്ക് എത്തിയത്. ഈ മാഘമഹോത്സവത്തെ ലക്ഷ്യമിട്ട് ജിഹാദികൾ പ്രവർത്തിച്ചു എന്നാണോ ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഗൗതം, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ജനുവരി മാസത്തിൽ മലപ്പുറത്ത് തിരുനാവായിൽ നടന്ന മാഘമഹോത്സവത്തെ ലക്ഷ്യമിട്ടുകൊണ്ട്, അത് തകർക്കാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് വലിയൊരു ഭീകര സംഘം ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ ഫെബ്രുവരി മാസമാണ് മലപ്പുറത്ത് വെച്ച് ഒരു ലോറി നിറച്ച് ഉള്ളിച്ചാക്കിൽ മറച്ച രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേരളത്തെ ഒന്നാകെ തീഗോളമാക്കി മാറ്റാനുള്ള അത്ര സ്ഫോടക വസ്തുക്കൾ ആ ലോറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്താണ് കേസ് NIA ഏറ്റെടുക്കുന്നത്. NIAയുടെ അന്വേഷണത്തിൽ നിലവിൽ 10 പേർ NIAയുടെ കസ്റ്റഡിയിൽ NIA കണ്ടെത്തിയിരുന്നു. തുടർന്ന് കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളും NIA വ്യാപകമായ റെയ്ഡ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെയ്ഡിൽ കഴിഞ്ഞ ദിവസം മുൻപ് കർണാടകയിൽ നിന്ന് ഒരു പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഈ ഹാരിസിനെ NIA പിടികൂടുന്നത്. ഈ ഹാരിസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ ജനുവരി മാസത്തിലാണ് മലപ്പുറം തിരുനാവായിൽ മാഘമഹോത്സവം നടന്നത്. ആ മഹോത്സവം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ ലോറിയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് പുറത്തു വരുന്ന സൂചന, ഈ മാഘമഹോത്സവത്തെയാണ് ഈ ഭീകര സംഘം ലക്ഷ്യമിട്ടിരുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ഈ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അത് തകർക്കാനുള്ള ശ്രമം നടത്തുക, ഈ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കുക, ആളുകളെ കൊലപ്പെടുത്തുക, ഇതായിരുന്നു ലക്ഷ്യമെന്നുള്ള നിർണായകമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസിൽ നിലവിൽ 10 പേരാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാരിസിൽ നിന്നാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സ്ഫോടക വസ്തു കൊണ്ടുവന്ന ലോറി അടക്കം 3 പേരെ അന്ന് NIA കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തു കേരളത്തിലേക്ക് എത്തിയത്, ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ലോറിയാണ് എന്ന് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. ഈ സ്ഫോടക വസ്തു എത്തിയതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് അത് കർണാടകയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് NIA സംഘം കർണാടകയിലേക്ക് എത്തുന്നത്. കർണാടകയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആ കർണാടകയിൽ നിന്ന് ഒരാളെ പിടികൂടുന്നത്. ലൈസൻസോ മറ്റും ഒന്നുമില്ലാത്ത സ്ഫോടക വസ്തുക്കൾ, ഈ കോറിയിലടക്കം പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരാളെയാണ് ഈ NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതിൽ നിന്നാണ് കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഹാരിസിലേക്ക് എത്തുന്നത്. ഹാരിസിനെ പിടികൂടിയപ്പോഴാണ് ഈ സ്ഫോടക വസ്തു എന്തിനു കൊണ്ടുവന്നു, എന്തായിരുന്നു ലക്ഷ്യം എന്ന കാര്യത്തിലേക്ക് NIA ചോദ്യം ചെയ്തു. ഈ ചോദ്യത്തിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ, കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാഘമഹോത്സവത്തെ തിരുനാവായിൽ നടന്ന ഹൈന്ദവ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്ന ആ മാഘമഹോത്സവത്തെ ആയിരുന്നു ഈ ഭീകര സംഘം ലക്ഷ്യമിട്ടത് എന്നുള്ള സൂചനകളാണ് പുറത്ത് വരുന്നത്. ഗൗതം.